نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. പ്രവാചകന്മാരിലൂടെ എന്ന ചരിത്രാധിഷ്ഠിത പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വർണ്ണവർഗ വ്യത്യാസങ്ങൾക്കതീതമായ നാഗരികതയാണ് മുഹമ്മദ് നബിയുടേത്. ബുദ്ധിയും ബോധവുമുള്ള മാന്യന്മാർ അംഗീകരിക്കുക അതാണ്. വെളുത്തവൻ ഔന്നത്യം നേടുകയും കറുത്തവൻ അവഹേളിക്കപ്പെടുകയും തൊലിയുടെ വർണ്ണധാവള്യം വിജയഹേതു ആവുകയും അവർണത നിർഭാഗ്യ നിമിത്തമാവുകയും ചെയ്യുന്ന നാഗരികത ജാഹിലീയമാണ്. അതിലൂടെ മാനവരാശി അന്ധരും അഹങ്കാരികളും അജ്ഞരും വിഡ്ഢികളുമായി നൂറ്റാണ്ടുകൾ പിറകോട്ടു പോകുന്നു. വർണ്ണവർഗ വിഭജനം നടത്തുന്ന പ്രാകൃത നാഗരികതയെ മുഹമ്മദ് നബി എല്ലാ രംഗത്തും പ്രതിരോധിച്ചു. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അതുമായി ഏറ്റുമുട്ടി. അതിൽ ശത്രുമിത്ര വ്യത്യാസം പോലും കാണിച്ചില്ല. മുഹമ്മദ് നബിയുടെ കാലത്ത് മാത്രമല്ല, ആ പ്രവാചകന്റെ കാലശേഷവും മുസ്ലിങ്ങൾ ഈ നാഗരിക പാരമ്പര്യം തന്നെ കാത്തുസൂക്ഷിച്ചു. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലം, മുസ്ലിം സൈന്യം ഈജിപ്ത് അധീനപ്പെടുത്താനായി നൈലിന്റെ തീരങ്ങളിലൂടെ സഞ്ചരിച്ചു. അവർ ബാബിലിയൂൺ കോട്ടയുടെ മുന്നിൽ നിലയുറപ്പിച്ചു. ഈജിപ്ത് ഭരണാധികാരി മുഖൗഖൈസ് മുസ്ലിങ്ങളുമായി സംഭാഷണം നടത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതനുസരിച്ച് സേനാനായകൻ അംർ ബിൻ ആസ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു പ്രതിനിധി സംഘത്തെ നിയോഗിച്ചു. പത്ത് പേരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. കൂട്ടത്തിൽ ഉബാദത്ത് ബിൻ സ്വാമിത്തും ഉണ്ടായിരുന്നു. കറുത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം. അമ്ര അദ്ദേഹത്തെയാണ് മുഖൗഖിസുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയത്. അങ്ങനെ നിവേദക സംഘം ഉബാദത്തിന്റെ നേതൃത്വത്തിൽ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. പെട്ടെന്ന് രാജാവ് ഞെട്ടിവിറച്ചു. ഉബാദത്തിന്റെ കറുപ്പ് കണ്ട് മുഖൗഖിസിന് പേടി തോന്നി. അയാൾ പറഞ്ഞു, ഈ കറുത്തവനെ എന്നിൽ നിന്ന് അകറ്റി നിർത്തുക. ഞാനുമായി സംസാരിക്കാൻ മറ്റാരെങ്കിലും മുന്നോട്ട് വരിക. ഇത് കേട്ട് പ്രതിനിധി സംഘത്തിലുള്ളവരെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് അദ്ദേഹമാണ്. ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനും അഭിപ്രായ സുബദ്ധതയുള്ളവനും ഉത്തമനും അദ്ദേഹം തന്നെ.
അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും വാക്കുകളും ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നു. ഞങ്ങളുടെ എല്ലാം നായകനായി നിശ്ചയിക്കപ്പെട്ടത് അദ്ദേഹമാണ്. അതിനാൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും വാക്കുകളും ലംഘിക്കുകയില്ല. ഈ മറുപടി മുഖൗഖിസിനെ ആശ്ചര്യഭരിതനാക്കി. അയാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ കറുത്തവനെ നേതാവായി അംഗീകരിക്കുക? അയാൾ നിങ്ങളെക്കാളെല്ലാം താഴ്ന്നവനാണല്ലോ. അല്ല, ഒരിക്കലുമല്ല. അദ്ദേഹത്തിന്റെ തൊലിയുടെ വർണ്ണം താങ്കൾ കാണും വിധം കറുപ്പാണെങ്കിലും സ്ഥാനത്തിലും ബുദ്ധി സാമർഥ്യത്തിലും അഭിപ്രായ മേന്മയിലും അദ്ദേഹം ഞങ്ങളെക്കാളെല്ലാം ഉയരത്തിലാണ്. കറുപ്പ് ഞങ്ങൾക്കിടയിൽ ഒരയോഗ്യതയുമല്ല. അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, എങ്കിൽ കറുത്തവനെ വരൂ, എന്നോട് സൗമ്യമായി സംസാരിക്കൂ. ഞാൻ താങ്കളുടെ കറുപ്പിനെ വല്ലാതെ ഭയക്കുന്നു. അതിനാൽ താങ്കളുടെ സംസാരം രൂക്ഷമായാൽ എന്റെ ഭീതി വർദ്ധിക്കും. മുഖൗഖിസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയും കറുപ്പിനോടുള്ള ഭയവും മനസ്സിലാക്കിയ ഉബാദത്ത് പറഞ്ഞു, ഞങ്ങളുടെ സൈന്യത്തിൽ കറുത്ത 1000 പേരുണ്ട്. അവരെല്ലാം എന്നെക്കാളും കറുത്തവരാണ്. ഇവിടെ മുഹമ്മദ് നബി വളർത്തിയ നാഗരികത എത്ര മനോഹരവും ഉദാത്തവും മനുഷ്യത്വപരവുമാണ്. ഇരുപതാം നൂറ്റാണ്ടിലെ പരിഷ്കൃത മനുഷ്യരുൾപ്പെടെ എല്ലാവരും കറുപ്പ് ഒരു ന്യൂനതയായി കാണുന്നു. കറുത്തവൻ വെള്ളക്കാർക്കിടയിൽ നിൽക്കാൻ അർഹനല്ലെന്ന് ധരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അത്തരമൊരാളെ നേതാവും ശ്രേഷ്ഠനും പണ്ഡിതനും മറ്റുമായി അംഗീകരിക്കുക? എന്നാൽ മുഹമ്മദ് നബിയുടെ നാഗരികത ഈ മാനദണ്ഡങ്ങളെയെല്ലാം തച്ചുടച്ചു. അതിലെ വിഡ്ഢിത്തം തുറന്നു കാണിച്ചു. കറുത്തവൻ വിജ്ഞാനത്തിലും ധീരതയിലും അഭിപ്രായ സുബദ്ധതയിലും മുന്തി നിന്നപ്പോഴെല്ലാം അവനെ വെളുത്തവനേക്കാൾ ഉയർത്തി. ചുരുക്കത്തിൽ മുഹമ്മദ് നബി നായകത്വം വഹിച്ച ഇസ്ലാമിക നാഗരികത വർണ്ണവർഗ വിവേചനങ്ങൾ അംഗീകരിക്കുന്നില്ല.
അത് ഇസ്ലാമിന് അന്യവും അപരിചിതവുമാണ്. അതിനാൽ ആ തിരുനബിയുടെ നാഗരികതയിൽ വെള്ളക്കാരുണ്ടാകാത്ത കറുത്തവരുടേത് മാത്രമായ കോളനികളോ സമൂഹങ്ങളോ കാണുക സാധ്യമല്ല. അപ്രകാരം തന്നെ അവർണനോടുള്ള അവഗണനയോ നിന്ദയോ മർദ്ദനമോ അവിടെ ദൃശ്യമല്ല. കാരണം മുഹമ്മദ് നബിയുടെ ദർശനം മുഴുവൻ മനുഷ്യരെയും സത്യത്തിൻ്റെയും നീതിയുടെയും വീക്ഷണകോണിലൂടെയാണ് നോക്കുന്നത്. അതിനാൽ കറുപ്പും വെളുപ്പും അത് കാണുകയില്ല. കർമ്മത്തിലെ സവർണതയും അവർണതയുമാണ് അത് പരിഗണിക്കുക. അള്ളാഹു പറയുന്നു, ആരെങ്കിലും അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതിൻ്റെയും. എന്നാൽ മാനവികതയുടെയും സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും അപ്പോസ്തലന്മാരെന്ന് അവകാശപ്പെടുന്ന യൂറോപ്യന്മാരുടെ സ്ഥിതി എന്താണ്? കഴിഞ്ഞ 50 വർഷക്കാലത്തിനിടയ്ക്കാണ് അപൂർവമായെങ്കിലും അവിടെ നിന്ന് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ വരാൻ തുടങ്ങിയത്. വർണ്ണവിവേചനം തനി പ്രാകൃതമാണെന്നതിൽ പക്ഷാന്തരമില്ല. ഒരു പരിഷ്കൃത നാഗരികതയ്ക്കും അത് അംഗീകരിക്കാനാവില്ല. മുഹമ്മദ് നബി വളർത്തിയ നാഗരികതയിൽ അങ്ങനെയൊന്ന് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. മനുഷ്യകത്തിന്റെ ഐക്യത്തിലും സമത്വത്തിലും സാഹോദര്യത്തിലും ഏറ്റവും പ്രഖ്യാതമായ നാഗരികതയാണത്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിനും മനുഷ്യാവകാശ പ്രമാണങ്ങളുടെ പ്രഖ്യാപനത്തിനും ശേഷവും ആ ഐക്യബോധം സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ്. പരിഷ്കൃത കാലഘട്ടത്തിലും സമത്വ സിദ്ധാന്തത്തിന്റെ പ്രചാരണം അനിവാര്യമായി വന്നിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിന്റെ തിക്താനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കേണ്ടി വരുന്നു. കെനിയയിലെ ഭീതിജന്യമായ സാമ്രാജ്യത്വ ദുഷ്കൃതങ്ങൾ ലോകത്തെ തുറിച്ചു നോക്കുന്നു. അമേരിക്കയിൽ കറുത്ത വർഗക്കാരനും നീഗ്രോകളും നിന്ദ്യമായ അവസ്ഥകൾ അഭിമുഖീകരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിന് വേദാന്തം ചമയ്ക്കുന്ന ഭരണകൂടങ്ങളും കെനിയയിലെ നീഗ്രോകളെ സാമ്പത്തികമായും രാഷ്ട്രീയമായും പീഡിപ്പിക്കുന്ന ശക്തികളും അമേരിക്കയിലെ നീഗ്രോകളെ മർദ്ദിച്ചൊതുക്കുന്നവരും പിന്തിരിപ്പത്തവും പ്രാകൃതതയും പിന്നോക്കാവസ്ഥയും ആരോപിക്കപ്പെടുന്ന പൗരസ്ത്യരല്ല, മറിച്ച് ഐക്യരാഷ്ട്രസഭയിലെ വമ്പൻ ശക്തികളാണ്. അമേരിക്കയാണല്ലോ UNOയിലെ പ്രബല ശക്തി. ബ്രിട്ടനാണെങ്കിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമാണ്. യൂറോപ്യൻ ധവള മേധാവിത്വത്തിന്റെ കോളനിയാണ് ദക്ഷിണാഫ്രിക്ക. അതും ഐക്യരാഷ്ട്രസഭയിൽ അംഗമാണ്. എന്നാൽ കാലാകാലങ്ങളായി അതിനെ പ്രതിനിധീകരിക്കാറുള്ളത് വെള്ളക്കാരായ യൂറോപ്യരാണ്. ആധുനിക കാലത്തെ പരിഷ്കൃതമെന്നും പുരോഗമനപരമെന്നും അവകാശപ്പെടുന്ന രാഷ്ട്രങ്ങളുടെ അവസ്ഥയാണിത്. പൗരസ്ത്യരുടെ മേൽ കാട്ടാളത്വവും കിരാതത്വവും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന പടിഞ്ഞാറൻ നാടുകൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മ്ലേച്ഛവും ഹീനവുമായ പാതകങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മർദ്ദിതന്റെ ദൗർബല്യമോ അജ്ഞതയോ കാരണമായല്ല ഇതൊക്കെ സംഭവിക്കുന്നത്, മറിച്ച് തൊലിയുടെ നിറം കറുത്തുപോയതുകൊണ്ട് അവർ തീരാ ദുരിതത്തിന്റെ നീർക്കയത്തിലേക്ക് ആട്ടിയോടിക്കപ്പെടുന്നു.
മുഹമ്മദ് നബി ഭീകരനെന്നും മനുഷ്യത്വമില്ലാത്തവനെന്നും കാടടച്ച് വെടിവെക്കുന്ന അമേരിക്കയുടെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അവിടുത്തെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കറുത്ത വർഗക്കാർക്കെതിരെ വിവിധ തരം മർദ്ദനങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്മാരിലൂടെ എന്ന ചരിത്രാധിഷ്ഠിത പരിപാടിയിലൂടെയാണ് നാം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ വ്യക്തിജീവിതത്തിന് ആവശ്യമായ ചില നിർദ്ദേശങ്ങളും ഈ പരിപാടിയിൽ പ്രേക്ഷകരുമായി സംവദിക്കുവാൻ നാം ആഗ്രഹിക്കുകയാണ്. നാവിനെ സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ കാരണം സൂഫിവര്യന്മാർ പറയുകയാണ്, നീ നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നാവിൽ നിന്ന് കടന്നു വരുന്ന അധിക വാക്കുകളും മോശമായിരിക്കും. അള്ളാഹുവിൻ്റെ ദിക്റല്ലാതെ നമ്മൾ സംസാരിക്കുന്ന അധിക കാര്യങ്ങളും ഒന്നുകിൽ ഹറാമായിരിക്കും. ആ ഹറാമ് ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ശിക്ഷ ലഭിക്കും. അല്ലെങ്കിലോ ഹറാമുമല്ല, ഉപകാരമുള്ള സംഗതിയുമല്ല, എന്നാൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. കൂലിയുമില്ല, കുറ്റവുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം വെറുതെ ഇങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വത്തിന് ചേർന്നതല്ല, നല്ല ഒരു വ്യക്തിത്വത്തിന് ചേർന്നതല്ല എന്ന് നാം മനസ്സിലാക്കണം. ബുദ്ധിയുള്ള മനുഷ്യൻ തങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ലല്ലോ. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബി സിനാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണത്. ആരുടെ ചരിത്രം? ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബി സിനാൻ. വലിയ സൂഫി വര്യനാണ്, വലിയ പണ്ഡിതനാണ്, ആയിരക്കണക്കായ ശിഷ്യഗണങ്ങളുടെ ഗുരുവര്യരാണ് അദ്ദേഹം. ഹസ്സാൻ ഇബ്നു അബി സിനാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ. അദ്ദേഹം ഒരിക്കൽ ഒരു വഴിത്താരയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്, ഒരു വീതിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കൂടെ ആയിരക്കണക്കായ ശിഷ്യന്മാരുണ്ട്. സൂഫിയായ ഗുരുവര്യൻ്റെ കൂടെ ആ ശിഷ്യന്മാരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു രോമാഞ്ചജനകമായിട്ടുള്ള കാഴ്ചയായിരിക്കും അത്. ഗുരു എന്താണ് പറയുന്നത് അത് അക്ഷരം പ്രതി അംഗീകരിക്കാൻ കൂടെ ശിഷ്യന്മാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബി സിനാൻ, അന്നേരം പ്രിയമുള്ള ഗുരുവര്യർ ഒരു ഭീമാകാരമായിട്ടുള്ള കെട്ടിടം കാണുകയാണ്. സ്വാഭാവികമായി അദ്ദേഹം ചോദിച്ചു, കം ബുനിയത് ഹാദിഹി, ഈ കെട്ടിടമുണ്ടാക്കിയിട്ട് എത്ര കാലമായി? ശിഷ്യന്മാർ ഗുരു എന്താണ് ചോദിക്കുന്നത്, എന്താണ് പറയുന്നത്, അതിന് കാതോർത്തിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഇത്ര വർഷമായി, 40 വർഷമായി ഈ കെട്ടിടമുണ്ടാക്കിയിട്ട് എന്ന്. അദ്ദേഹം ആ ഉത്തരം കേട്ടു, കുറച്ചുകൂടി ഇങ്ങനെ സഞ്ചരിച്ചു. തൻ്റെ വീഥികളെ ധന്യമാക്കിക്കൊണ്ട് ആ ശിഷ്യന്മാരും ഗുരുവര്യരും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം ശിഷ്യന്മാർക്ക് നേരെ ഇങ്ങനെ തിരിയുകയാണ്. ശിഷ്യന്മാരോട് എന്നിട്ട് പറഞ്ഞു, യാ നഫ്സിയൽ അറൂർ ലിമ തസ്അലീന മിമ്മാ ലാ യഅനീക.
ഓ വഞ്ചകയായ ശരീരമേ, ലിമ തസ്അലീന മിമ്മാ ലാ യഅനീക, നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്തത് സംസാരിക്കുന്നത്? നിനക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നോ ഈ കെട്ടിടം എത്ര കാലമായി ഉണ്ടായി എന്നറിയൽ? ഈ കെട്ടിടം എത്ര കാലമായി നിർമ്മിക്കപ്പെട്ടത് എന്നറിയേണ്ട വല്ല ബാധ്യതയും വല്ല ആവശ്യവും നിനക്കുണ്ടായിരുന്നോ? പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയമുള്ള ശ്രോതാക്കളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു വരണം. നമ്മുടെ ജീവിത വീതിയിൽ അതൊരു പ്രകാശമായി ഭവിക്കണം. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ചരിത്രം, അതേപോലെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിലും ആ മഹാരഥന്മാർ ജീവിച്ച പോലെ പ്രൗഢഗംഭീരമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിലും അവർ നടന്നുപോയ വഴിധാരയിലെ ഒരു മൺതരിയെങ്കിലും ആവാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.